ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു Twinstar. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പാറു വിശേഷം? കുഞ്ഞു എന്താ വിശേഷം? ഇന്ന് നമ്മുടെ കെട്ടുന്നവരെയാണ്. അപ്പോൾ രാവിലത്തെ ഒരുപാട് വിശേഷങ്ങളും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണി ആവാറായിട്ടുണ്ട്. ഞാൻ ദേ സെറ്റൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. പാറുമ്പോൾ സാധാരണ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചേച്ചിയമ്മ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരണം വിളിക്കുന്ന നേരത്ത് പാറുട്ടന്നെ ബ്ലാക്ക് ഡ്രസ്സ് ഇടിക്കാന്നിട്ട് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് കെട്ട് നിറച്ചിട്ട് മലയ്ക്ക് പോവാണ്. നമ്മളെ വീട്ടിലാണെങ്കിൽ കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളും മുറ്റത്തെ ശാന്തിയൊക്കെ വന്ന് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കെട്ടുനിറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാറുമോള് പ്രാർത്ഥിക്കണം എന്ന് പറ. എല്ലാവരും പ്രാർത്ഥിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു പാറുട്ടൻ ഇങ്ങനെ മലയ്ക്ക് പോണ അച്ഛൻ്റെ കൂടെ ഉള്ള പോക്കും അമ്പലത്തിൽ പോക്കും മാലിട്ടതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? ചായ വട എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഗൈസ്, നമ്മുടെ കെട്ടുന്ന വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മളിത് റെഡി ആവട്ടെ. ഓക്കെ ഗൈസ്, ഇതെൻ്റെ വെല്ലീഷിൻ്റെ മോനാണ് അപ്പു. അപ്പോൾ ഇവൻ്റെ ടീമാണ് നമുക്ക് ഉടുക്കൊട്ടുംപാട്ട് വരുന്നത്. ചിന്തുപാട്ട് അതന്നെ ചിന്തുപാട്ട് ഇവൻ്റെ ടീമാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള നാരങ്ങമലയും കാര്യങ്ങളൊക്കെ അവൻ കോർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും എല്ലാതും പുറത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മമാരും കൊച്ചായിമാരും അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ എന്ത് പരിപാടി അവതരിപ്പിക്കണമെങ്കിലും നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഫാമിലി എല്ലാവരും അവിടെ സെറ്റായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ പാറുവിനെ കൊണ്ടാണ് അവിടെ തിരി തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. തിരി തെളിയിച്ചിട്ടാണ് നമ്മൾ എന്ത് തുടങ്ങിയത്, ബാക്കിയുള്ള പൂജാ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ പാറു കന്യാസ്വാമിയാണല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചേക്കാം. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇരുന്ന് കാണും. കാരണം നമുക്ക് അവിടെ ഡബ് ചെയ്യാനായിട്ട് ഓൺ വോയിസ് കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ ഉടുക്കൊട്ടും പാട്ട്, ചിന്തുപാട്ട്, പിന്നെ എന്താ അവിടുത്തെ പൂജകൾ, കെട്ട് നിറയ്ക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെയാണ് കാണാനുള്ളത്. ഇതിൽ ഓൺ വോയിസ് നമുക്ക് അധികം കൊടുക്കാനില്ല കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാച്ച് ചെയ്യാം. ശരി, ഞാൻ വിളിക്കട്ടോ. ഈ വീഡിയോക്ക് കോപ്പി റൈറ്റ് വരുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളിവിടെ മറ്റേ സ്പീക്കറിൽ അയ്യപ്പൻ്റെ പാട്ടുകൾ വെച്ചിട്ടുണ്ട്. ചീർപ്പ് തരാം. അപ്പൊ ഗൈസ്, ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മതേ വന്ന് കയറിയിട്ട് കുഴി ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, എനിക്കറിയില്ല ഇതിനെപ്പറ്റി ABC എന്താണ് എടുത്തതെന്നൊന്നും. ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അടുത്ത എന്തിട്ടായിരിക്കും എന്നുള്ളത്. ഇത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തിട്ടാന്നുള്ളത് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ട് വരാം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ആവൽ ബാന്ധവനേ ശരണമയ്യപ്പ. പ്രഭുവേ ശരണമയ്യപ്പ. അപ്പോൾ ദീപാരാധന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തുപാട്ട് ടീംസ് മൊത്തം എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടേത് ഈ ചിന്തുപാട്ടിൻ്റെ ടീംസ് നമ്മൾ മുമ്പും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് മുരുകന് ഒരാൾ തുള്ളുമല്ലോ, എനിക്ക് നമ്മുടെ അപ്പു എൻ്റെ അനിയൻ, അവൻ നന്നായിട്ട്
അവൻ്റെ തുള്ളൽ നല്ല അഴകുള്ളൊരു തുള്ളലാണ്. എനിക്ക് അതുകൊണ്ടും കൂടി എന്താണ്, പിന്നെ ഇവരുടെ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ ടീമിനെ തന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത്. കാണാൻ ഭയങ്കര അഴകുള്ളൊരു, നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും, ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് മുരുകന് തുള്ളുന്നുണ്ട്. ആ ഒരു വീഡിയോ ത്രൂ ഔട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ചന്തമുള്ളൊരു സംഭവമാണ്. അത് പിന്നെ ആളുകൾ തുള്ളുമെന്നൊന്നുമില്ല, ആര് വേണമെങ്കിലും തുള്ളും. ഇവരുടെ പാട്ട് എനിക്ക് മെയിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇവിടെ തുടങ്ങി. പിന്നെ ദീപാരാധന സമയമാകുമ്പോൾ വിളക്കുകളൊക്കെ അണയ്ക്കും. അതിനുശേഷം നമ്മുടെ പാറുമോള് ദക്ഷിണ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഐശ്വര്യമായിരുന്നു. പിന്നെ നമ്മുടെ ക്ഷണിച്ച വളരെ കുറച്ച് പേര് മാത്രം ഇല്ലാണ്ടിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ അമ്മമാരുടെ കയ്യിൽ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 3 പേര് അവിടെ നിൽക്കുകയാണ്. നമ്മൾ അവിടെ ആവശ്യമാണ് കുറേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യൂ. അവിടെ അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിൽ കന്നിസ്വാമി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കാർന്നവന്മാർക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ട് വേണം അവർ പോവാൻ. അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് അവരുടെ കാർന്നവന്മാരുടെ അനുഗ്രഹം നമ്മുടെ കന്നിക്കുട്ടിക്ക് കിട്ടണം, മാളികപ്പുറത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ എല്ലാവരുടെയൊക്കെ നിന്നും അനുഗ്രഹം മേടിച്ചിട്ട് അവൾ ഇറങ്ങുകയാണ് കേട്ടോ. അതേപോലെ തന്നെ കന്നിസ്വാമിയുടെ കയ്യിലും ദക്ഷിണയായിട്ട് പൈസ വെച്ച് കൊടുക്കും. ആ ഒരു പരിപാടി ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ വീട്ടിൽ ഇവിടേക്ക് വന്നിരുന്ന ഒരു 90% ആൾക്കാരും പാറുമോന് ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കൊടുക്കും. അവൾ തിരിച്ചും അവളെ കാരണവന്മാർക്ക് ഇപ്പം വലിയേട്ടനൊക്കെ പറയണത് അവൾക്ക് വലിയൊരു സ്ഥാനമുള്ള ആൾക്കാരാണ്. അതേപോലെ വല്യമ്മ, വലിയേട്ടൻ, വല്യമ്മമാർ, ഇപ്പം എൻ്റെ വല്യമ്മമാർ, വല്യമ്മമാർ, അങ്ങനെ എല്ലാവർക്കും, പച്ചമ്മയ്ക്ക് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു ഈ ഒരു സമയത്തിൻ്റെ കേട്ടോ.
ഇനി നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പാറുമോൾക്കാണ് കെട്ട് നിറയ്ക്കാൻ പോണത്. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണീരടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്കറിയില്ല ഞാൻ എന്തിനാണ്, എനിക്ക് ശരണം വിളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ പാറുമോളായ പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പാറുട്ടനെ സ്വാമിയുടെ അടുത്തേക്ക് അയ്യപ്പനെ കാണിക്കാൻ മലയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. അതവൾ ജനിച്ച് എനിക്ക് പെൺകുഞ്ഞാന്ന് അറിഞ്ഞേ പിന്നെ എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു അയ്യപ്പ ഭക്തിയല്ല. മീൻസ് നമ്മളെപ്പോഴും ഒരു ദൈവത്തിന് എപ്പോഴും നമുക്ക് വിഷമം വരുമ്പോൾ വിളിക്കും എൻ്റെ കൃഷ്ണ, എൻ്റെ ദേവി. അതുപോലെ ഞാൻ അയ്യപ്പനെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ശബരിമല എൻ്റെ അച്ഛൻ്റെ കൂടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിനൊന്നും മറക്കാത്ത ഒരുപാട് നല്ല എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അതെൻ്റെ മോളും അവളെ ഏറ്റവും കൂടുതലായിട്ട് അവളുടെ അച്ഛൻ്റെയും ചാച്ചൻ്റെയും അച്ഛൻ ആ ഒരു സംഭവം അവൾ അറിയണം. അവളത് എക്സ്പീരിയൻസ് ചെയ്യണം. മല കയറണം, ആ വ്രതം നോറ്റ് ആ ഒരു ഐശ്വര്യം അവൾക്ക് കിട്ടണം. മേ ബി അതായിരിക്കും ജനിച്ച നാൾ മുതൽ എനിക്ക് തോന്നുന്നു അവളൊരു പ്രായമായി. പിന്നെ ഞാൻ അയ്യപ്പൻ്റെ അടുത്തേക്കും പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, അയ്യപ്പ എൻ്റെ മോളെ അവിടെ എത്തിക്കണം, അവൾക്കൊന്ന് മല ചവിട്ടാൻ പറ്റണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര സങ്കടവും നിറഞ്ഞൊരു ഭയങ്കര ഒരു ഇമോഷണൽ നിമിഷം ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഞാനിതിൻ്റെ ഇടയിൽ കാശുകൂട്ടനെ തപ്പാണ് കേട്ടോ. അവൻ സേഫായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാണിപ്പൊന്നിടും, അങ്ങനെ പറയും. കന്നിസ്വാമിയുടെ കാണിപ്പൊന്ന് കുറച്ചധികം ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ പിന്നെ പാറുമോക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ശരിക്കും മലയ്ക്ക് പോയി. അമ്മ ഞാൻ പോവില്ല, 3 ദിവസം കൊണ്ട് അമ്മയില്ലാണ്ട് ഞാൻ പോവില്ല അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആൾക്ക് ഈ ഒരു സമയമാവാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു നിമിഷം വരെ എത്തി. കാരണം അവൾ കുറേ വീഡിയോ കണ്ട് തലയിൽ കെട്ടും വെച്ച് മല ചവിട്ടുന്ന കുറേ വീഡിയോസൊക്കെ കണ്ട് അവൾക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഈ കെട്ടുന്നവരുടെ അന്ന് എനിക്കായാലും കീത്തൂനൊക്കെ ആയാലും ഭയങ്കര വിഷമം വേറെ എന്തുകൊണ്ടാണ് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് നമ്മളൊരു 41 ദിവസം നമുക്കൊരു നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ വന്നൊരു വലിയൊരു മാറ്റം അത് ഇന്നത്തോടുകൂടി അവസാനിക്കുക. കാരണം നമ്മളിനി ഒരിക്കലും വെളുപ്പിന് എണീറ്റ് നാമങ്ങൾ ചൊല്ലും, അമ്പലങ്ങളിൽ പോകും, ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു കൃത്യനിഷ്ഠതയോടുള്ളൊരു നല്ലൊരു ഐശ്വര്യമുള്ളൊരു സംഭവം അത് ഇന്നത്തോടുകൂടി സ്റ്റോപ്പ് ആവാണല്ലോ. സോ അതിൻ്റെതായ കുറച്ച് വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സന്തോഷം. എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് കെട്ടുനിറച്ച് പോണത് പാറുമോള്, എൻ്റെ അച്ഛൻ, കുട്ടച്ഛൻ, നിതീഷേട്ടൻ, നിഖിലേട്ടൻ ഇവരാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക. ഇനി ഇതിനിടയിൽ തുള്ളൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കാം വീഡിയോ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളവർ കണ്ടിന്യൂ ചെയ്ത് കാണും. നമുക്ക് ഒരുപാട് ഇതിൽ ഡബ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നെയ്യ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്.
പാറുവിൻ്റെ കെട്ടൊക്കെ നിറച്ചതിന് ശേഷം നമ്മളുടെ കെട്ടും കരലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നെയ്യ് നിറയ്ക്കാൻ നിൽക്കുകയാണ്. ഇപ്പം കീത്തു, ഷാലിക്കൊച്ചായി, നമ്മുടെ സിജി അമ്മ, സീതമ്മ, സഞ്ജു, അങ്ങനെ അവരുടെയൊക്കെ കുറച്ച് നെയ്നറി ഉണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ പണ്ട് എപ്പോഴേക്കോ നെയ്യ് നിറച്ചതാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു നമ്മുടെ പരിപാടി കാണാൻ. ഇനിയിപ്പോൾ അച്ഛൻ്റെ കെട്ട് നിറയ്ക്കുകയാണ്. അയ്യപ്പോ 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 സ്വാമി സ്വാമി അയ്യപ്പോ 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 സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ ഇത് കൊടുക്കാം
നമ്മുടെ ഈ വീഡിയോൻ്റെ ഒരു ചുരുക്കത്തിൽ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല രസത്തിലുള്ള തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കുഞ്ഞു കുട്ടിയുടെ കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോണിൻ്റെ കാര്യം പോലെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനെ കൊണ്ടാവുന്ന രീതിയിൽ അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. തുള്ളലിൽ ഇനി പാലഭിഷേകമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു നോക്ക്, അടിപൊളിയായിരുന്നു.
പിന്നെ നമ്മളിതേ നമ്മുടെ വീട്ടിൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അനുഗ്രഹിച്ച് അതിനുശേഷം നമ്മൾ നേരത്തെ നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാൻ നിന്നപ്പോൾ അല്ലൂസും മൈനൂസും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവരെയും കൊണ്ടുപോയി സ്വാമീനൊന്നെടുത്ത് നിന്നു. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ശൂലം അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കും. ഇപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ഈ ഒരു ശൂലം ഇങ്ങനെ കയറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലെന്ന്. അപ്പോൾ ഞാനത് ഇവനോട് ചോദിച്ചപ്പോൾ, അതായത് അപ്പുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ, ഇത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ ആ ഹോള് അപ്പം തന്നെ അത് അടയും. അതായത് ഇവർക്ക് അതിൻ്റെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കുത്തുന്ന ആൾക്കാർക്ക് കുത്തി കഴിഞ്ഞ് വലിച്ചെടുത്തതിന് ശേഷം അതിവിടെ ഒരു ചെറിയൊരു പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ സംബന്ധിച്ച് വേദനയോ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ കെട്ടുനിറയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് തുള്ളലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഫുഡ് കൊടുക്കുക കേട്ടോ. അതുവരെ അതുകൊണ്ടും കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും എന്താ പറയുക പ്രസൻ്റ് ആയിരുന്നു അവിടെ. മുരുകൻ്റെ കലി കഴിഞ്ഞതിന് ശേഷം, മുരുകൻ ഇങ്ങനെ ശൂല് ഊരിയതിന് ശേഷം പിന്നെ വേറൊരാൾക്കാണത് ഇടുമ്പൻ അങ്ങനെ എന്തോ ആണ്, തെറ്റാണെന്ന് എനിക്കറിയില്ല, ആൾക്കാണ് തുള്ളണായിട്ട്. അപ്പോൾ ഇപ്പം മുരുകനല്ല ശരീരത്തിലുള്ളത്. അതിനുശേഷം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഈ ഒരു പോർഷൻ കണ്ടപ്പോഴേ മറ്റേ ട്യൂണിടാൻ തോന്നി, കാന്താരത്തിലെ ടൂ ടു 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 അതിടാൻ തോന്നി. കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ് ഞാൻ ഇടാഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ തുള്ളൽ കഴിഞ്ഞതേ നമ്മുടെ അപ്പുക്കുട്ടൻ തിരിച്ചതേ പാട്ട് പാടാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളിവിടെ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി. സദ്യയായിരുന്നു, പപ്പടം പഴം പായസം, ഗോതമ്പ് പായസം, സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഗൈസ് നമ്മുടെ പാറുമോള് തുള്ളൽ കണ്ടിട്ട് ഭയങ്കര പേടിച്ച് കരച്ചിലായിരുന്നു കേട്ടോ. സ്വാമി ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് അവള് നിഖിലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം അപ്പു വന്ന് സംസാരിപ്പിച്ചു ഞാൻ, കാരണം അല്ലെങ്കിൽ അപ്പൂൻ്റെ അടുത്ത് പിന്നെ അവൾ ഒരിക്കലും പോവില്ല. അത് കാരണം ഞാൻ അപ്പൂനെ വിളിച്ചൊന്ന് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ലാസ്റ്റാണ്. സദ്യ ഒന്നും പറയാനില്ല ഗൈസ്, നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ട് എല്ലാവരും കാണിക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ വലിയമ്മമാരും വലിയമ്മമാരും ചേച്ചിമാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് മാത്രം എത്താണ്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പ്രസൻ്റ് ആയിരുന്നു. അവരെല്ലാവരും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെന്താ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 11:30-12 മണിയോട് കൂടിയിട്ടാണ് അവർ കെട്ടും എടുത്തിട്ട് ഇറങ്ങുന്നത്. പിന്നെ അവർക്ക് അവരുടേതായ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളുണ്ട്. കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറി അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ തിരക്ക്, നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്ക് ചെറിയ തിരക്കൊന്നും ആയിരുന്നില്ല. നമ്മുടെ ശബരിമലയിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരം ഒരു ക്യൂ നിന്നിട്ടൊക്കെയാണ് അയ്യപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ പാറുക്കുട്ടി ഇറങ്ങാൻ പോവാണ്. പിടിച്ച മുടിയൊക്കെ കെട്ടി ശരങ്കോല എവിടെ വെച്ചത്? ഇതിന്റെ ഇടയില് ശരങ്കോല വെച്ച് എത്ര ഉണ്ട് കേട്ടോ. റെഡിയല്ലേ? നന്നായിട്ട് ശരണം വിളിക്കണം കേട്ടാ. നന്നായിട്ട് ശരണം വിളിക്കണം. ഓക്കെ അല്ലേ? സോറി കൊല്ലു. നേരെ തല വെക്ക്. എവിടെ ഉണ്ടെവിടെ? മാവ് ഒരു പെണ്ണെടുത്ത് അത് ഇതിലെടുത്തൊന്നും ചേട്ടൻ്റെ കൊണ്ടുണ്ടാവും. ഇത് കൊണ്ടുണ്ടല്ലേ ചേട്ടൻ്റെ മൂത്രം ഒഴിച്ചില്ലേ? വേറെ ബാഗ് തോളിട്ടോട്ടെ. അച്ഛൻ്റെ ഇപ്പൊ തലയിൽ കെട്ടുമ്പോ ചെറങ്ങണം. എടുത്തിട്ടുണ്ടാവും. കോമഡി കെട്ടിപ്പിടിച്ചു. ഗുഡ് ബോയ് ആയിരിക്കോ? ഉറക്കത്തിന് നീക്കുമ്പോ എന്ന് പറഞ്ഞ അറിയാൻ പാടില്ല കേട്ടാ. ഇവിടെ വലിയ അരി ഉണ്ടാവും, അച്ഛമ്മി ഉണ്ടാവും കേട്ടാ. അച്ഛനോട് വേഗം പോയിട്ട് തമ്പാനെ തൊഴുതിട്ട് വേഗം വരാട്ടാ. ഓക്കെ 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 ഓക്കെ.
വണ്ടിയിൽ പോവും കേട്ടാ. അച്ഛക്ക് ഉമ്മ തരണം. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ കെട്ടും കെട്ട് കെട്ടും കെട്ട് ആരെ കാണാൻ സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ ശരണമയ്യപ്പോ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ 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 ശബരിമലയ്ക്ക് 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 സ്വാമിയുടെ കെട്ട് സ്വാമിയുടെ കെട്ട് സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും മോക്ഷം കിട്ടും മോക്ഷം കിട്ടും അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ ഗുരുവിൽ ഗുരുവേ അയ്യപ്പ ഗുരുവിൽ ഗുരുവേ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പോ 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 പാറു ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം കേട്ടോ. ഹലോ സ്വാമി സ്വാമി അപ്പോൾ ഗൈസ് ശബരിമലയിൽ പോയിട്ട് നമ്മുടെ മക്കൾ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ പറയുക, വലിയ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ഉന്തും തള്ളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആറുമോളം കൊണ്ടുപോയി എടുത്ത് നിൽക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും അവിടെ കുറേ ഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ അയ്യപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് പിന്നെ അവർക്ക് അങ്ങോട്ട് പോണേക്കാളും വിഷമം ഞങ്ങൾ ഇന്ന് വെളുപ്പിന് പുലർച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹിക്ക് പോകേണ്ട ദിവസമായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ടെൻഷനായിരുന്നു അവർക്ക് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കിട്ടുന്നവ വളരെ വളരെ ഗംഭീരമായിട്ട് പ്രതീക്ഷിച്ചേക്കാൾ ഒരു 100 മടങ്ങ് ഇരട്ടി സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് വന്ന് സഹകരിച്ചു, അനുഗ്രഹം ഉണ്ടായിരുന്നു, മുരുകൻ്റെ അയ്യപ്പൻ്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് കിട്ടുന്നവ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്നു. ടാ ടാ Baru Arnold Chen.